अगर प्रेसिडेंट ब्रिजभूषण जैसे आदमी जैसा ही रहता है, उसका बिल्कुल सही होगी है, उसका बिजनेस पार्टनर है, वो अगर इस फेडरेशन में रहेगा तो मैं अपनी कुश्ती को त्यागती हूँ और मैं आज के बाद कभी भी आपको वहाँ नहीं दिखूंगा। ലോക ഗുസ്തി പ്രേമികളുടെ ഹൃദയം തകർത്ത വാർത്ത. ഇന്ത്യൻ ഗുസ്തിയുടെ പതാകവാഹകരിൽ ഒരാളായ സാക്ഷി മാലിക് ഇനി ഗോദയിലേക്കില്ല. ഒളിമ്പിക്സ് മെഡലടക്കം ഇന്ത്യൻ കായിക മേഖലയ്ക്ക് അഭിമാനിക്കാവുന്ന വിജയങ്ങളിലേക്ക് നയിച്ച സാക്ഷി ഐ ക്വിറ്റ് റെസ്ലിംഗ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് നീതിക്കായി പോരാടിയ ധീരവനിതയുടെ കണ്ണീരിൽ കുതിർന്ന വിടവാങ്ങലായി മാറി. മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ബൂട്ടൂരി മേശപ്പുറത്ത് വെച്ച് സാക്ഷി മാലിക് ഇറങ്ങിപ്പോകുമ്പോൾ ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത ഇന്ത്യൻ കായിക മേഖല തലതാഴ്ത്തിപ്പോകുന്ന നിമിഷം കൂടിയായത്. വനിതാ താരങ്ങളുടെ നേർക്ക് ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതി ബ്രിജ്ഭൂഷണെതിരെ 40 ദിവസത്തോളമാണ് സാക്ഷി മാലിക് അടക്കമുള്ളവർ തെരുവിൽ കിടന്ന് പ്രതിഷേധിച്ചത്. ഇന്ത്യയിലെ മനുഷ്യസ്നേഹികളെല്ലാവരും സാക്ഷി അടക്കമുള്ള താരങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നതാണ്. പക്ഷേ വീണ്ടും ഗുസ്തി ഫെഡറേഷനിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബ്രിജ്ഭൂഷൺ സിംഗിന്റെ അടുത്ത അനുയായിയും ബിസിനസ് പങ്കാളിയുമായ സഞ്ജയ് കുമാർ സിംഗ് പ്രസിഡന്റായി മാറി. ബ്രിജ്ഭൂഷന്റെ പാനൽ വലിയ വിജയം ആഘോഷിക്കുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒരിക്കലും മാറാത്ത കായിക മേഖലയിലെ പുഴുക്കുത്തലുകൾ തന്നെയാണ്. പരാതി നൽകിയ താരങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് ബജ്രംഗ് പൂനിയ നിരാശനായി തുറന്നു പറഞ്ഞു. അത്രമേൽ ദുഃഖകരമായ പ്രഖ്യാപനം എന്നതിനപ്പുറം ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകാതിരുന്നാൽ അത് ഇന്ത്യൻ കായിക മേഖലയുടെ വീഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് തീർച്ച. കായിക സ്വപ്നങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടവരല്ല സ്ത്രീകൾ എന്ന സന്ദേശം നൽകി വലിയ വിജയങ്ങളിലേക്ക് പെൺകുട്ടികളെ ഉയർത്താൻ സഹായം നൽകേണ്ട ഭരണകൂടം പ്രതിയായവനെ സംരക്ഷിക്കുകയും കായിക പ്രതിഭകളെ തെരുവിലിറക്കുകയും നിരാശയുടെ വേദനയിലേക്കും അവഗണനയിലേക്കും താരങ്ങളെ തള്ളിവിടുകയും ചെയ്യുന്നുവെന്നത് ഒരു വാക്കുകൊണ്ടുപോലും ന്യായീകരണം അർഹിക്കുന്നതല്ല. ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ അധ്യക്ഷനായി ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ അടുപ്പക്കാരൻ സഞ്ജയ് സിംഗ് വരുമ്പോൾ തങ്ങൾ ഇനിയും സുരക്ഷിതരാണ് എന്ന് കരുതാനാകില്ല എന്നായിരുന്നു വിനേഷ് ഫോഗട്ട് പറഞ്ഞത്. ഈ വാക്കുകൾ ഇന്ത്യക്ക് ഒളിമ്പിക്സിലടക്കം നിരവധി വിജയങ്ങൾ തുടർച്ചയായി സമ്മാനിക്കുന്ന ഗുസ്തിയുടെ താഴെപ്പോക്കിന് പോലും കാരണമായേക്കാം. കായിക ഇന്ത്യയുടെ പ്രതീക്ഷകൾ ഗോദയിൽ ചേർത്ത് വയ്ക്കുന്ന വനിതാ താരങ്ങൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ ഒരാളെ അയാൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ വിശ്വാസത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ കാടത്തവും ഭരണകൂട ആശീർവാദത്തോടെയുള്ള ബ്രിജ്ഭൂഷന്റെ മുന്നോട്ട് പോക്കും മുന്നിലേക്ക് വെക്കുന്നത് നന്മയുടെ ലാഞ്ചന പോലുമില്ലാത്ത വസ്തുതകളാണ്. പ്രതിഷേധം ഇനിയും ഉയരണം. സാക്ഷി മാലിക് വിട പറയുമ്പോൾ പ്രതിഷേധാഗ്നി കെട്ടുപോകുമെന്ന് കരുതാനാകില്ല. ഫെഡറേഷനെതിരായ പോരാട്ടം വരും തലമുറ തുടരുമെന്ന് ഉറപ്പിക്കുകയാണ് സാക്ഷി. ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റായി ഒരു വനിതയെ തിരഞ്ഞെടുക്കണമെന്ന ആവശ്യം സാക്ഷി ഉൾപ്പെടെയുള്ള താരങ്ങൾ ഉന്നയിച്ചിരുന്നു. അതും അംഗീകരിക്കപ്പെട്ടില്ല. ഒരു സ്ത്രീയായിരുന്നു പ്രസിഡന്റെങ്കിൽ താരങ്ങൾ ചൂഷണം നേരിടേണ്ടി വരില്ലായിരുന്നു എന്നാണ് സാക്ഷി മാലിക് പറഞ്ഞത്. വാക്ക് പാലിക്കാത്ത കേന്ദ്ര സർക്കാർ. ഇതിഹാസ തുല്യമായ കരിയറാണ് സാക്ഷി അവസാനിപ്പിക്കുന്നത്. 2016 റിയോ ഒളിമ്പിക്സിലെ ഗുസ്തി 58 കിലോഗ്രാം വനിതാ ഫ്രീ സ്റ്റൈലിൽ ഇന്ത്യക്കായി വെങ്കലം നേടിയ താരം കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിലും മെഡൽ നേട്ടമുണ്ടാക്കി. ഗുസ്തി ഗോദയിലേക്ക് ഇറങ്ങുന്ന ഓരോ വനിതയ്ക്കും പ്രചോദനമാണ് ഹരിയാന മോക്ര വില്ലേജിൽ നിന്നുള്ള സാക്ഷി. അനിത ഷെറോണിനെ പരാജയപ്പെടുത്തിയാണ് സഞ്ജയ് സിംഗ് പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 40 വോട്ടുകളാണ് സഞ്ജയ് സിംഗ് നേടിയത്. UP ഗുസ്തി അസോസിയേഷൻ വൈസ് പ്രസിഡന്റായി ദീർഘനാളായി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് സഞ്ജയ് സിംഗ്.